ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ നിധിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ്. നിധിയോടൊപ്പം തന്നെ വളരെ ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ സുധീഷ്. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും ഹാപ്പി ആവില്ലേ. ആ ഒരു സന്തോഷമാണ് കേട്ടോ അവന്. അങ്ങനെ അവർ നേരെ പോകുന്നത് സുഭാഷ് ചേട്ടൻ്റെ വർക്ക് സൈറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടൻ്റെ വർക്ക് സൈറ്റിലേക്ക് എന്തിനാണ് പോകുന്നത്? സുഭാഷ് ചേട്ടൻ എന്തായാലും വീട്ടിലേക്കല്ല വരാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞാൽ പോരെ ജോലി കിട്ടിയത്. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, എനിക്ക് ജോലി കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സുഭാഷ് ചേട്ടൻ. അതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് നേരിട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വാ നമുക്കിത് പോയി കൊടുക്കാം സുഭാഷ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്ക് സുധീഷിന് വിഷമാവുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു കൊടുക്കാനും എല്ലാത്തിനും ഞാൻ, പക്ഷേ കാര്യം വന്നപ്പോൾ എന്നെ വേണ്ട. നടക്കട്ടെ എന്നൊക്കെ അവൻ മനസ്സിലാലോചിക്കും. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഈ പിറുവിറുക്കുന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല ഞാൻ നിങ്ങളുടെ അനിയത്തി ചേട്ടൻ പാസമുണ്ടല്ലോ, അതിങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്കൊരു സിനിമ എഴുതിയാലോ എന്നൊക്കെ പറഞ്ഞ് അവൻ കളിയാക്കാണ് കേട്ടോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒന്ന് പോ സുധീഷ്, വെറുതെ കളിയാക്കാതെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവർ സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ സുഭാഷ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ കണ്ടപ്പോൾ ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എങ്ങോട്ട് വന്നേ, എന്തു പറ്റി? അപ്പോൾ അവൾ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ഈ സ്വീറ്റ്സ് എടുക്ക്, എനിക്ക് ജോലി കിട്ടി. അത് കേട്ടപ്പോൾ സുഭാഷ് ചേട്ടൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അതേതായാലും നന്നായി മോളെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ജോലി കിട്ടണമെന്ന്, എന്തായാലും അത് സാധിച്ചല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കൂടെയുള്ളവർക്കൊക്കെ ആ ഒരു സ്വീറ്റ്സിൻ്റെ പങ്ക് കൊടുക്കുകയാണ്. അങ്ങനെ സുഭാഷ് ചേട്ടൻ വർക്ക് ചെയ്യുന്ന ആ ഒരു വീട് മൊത്തത്തിൽ അവളൊന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്ന രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുഭാഷും പറയുന്നുണ്ട്, ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ വീട് മൊത്തം മാറുമല്ലേ, നമുക്കിതൊന്നും അറിയില്ല മോളെ, ഇതൊക്കെ അടിപൊളിയാവണമെങ്കിൽ നിങ്ങളെപ്പോലത്തെ ആർക്കിടെക്റ്റുമാർ വേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടനൊരു വീടിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല? അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പിന്നെ 4 ചുമരും അതിലൊരു കിച്ചണും ഹാളും റൂമും ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റും, പക്ഷേ വീടിൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ വൃത്തിക്ക് പറയാൻ നിങ്ങളെപ്പോലുള്ളവർക്കേ പറ്റൂ. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചാന്ദിനി വരുന്നുണ്ട് കേട്ടോ. ചാന്ദിനി ആണെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഓടി വരുന്നത്. അവളെ കണ്ടപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടാ ഇതാരാ? സുധീഷും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവൻ്റെ സിസ്റ്ററാണെന്ന്. അങ്ങനെ അവളുടെ ബ്രദർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവളെൻ്റെ സിസ്റ്ററാണ്, നാട്ടിലേക്ക് കുറച്ച് ഡേയ്സ് നിൽക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ചാന്ദിനിയോട് കുശലൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അവൾക്ക് ഹിന്ദിയാണല്ലോ അറിയുന്നത്. അങ്ങനെ സുഭാഷും കുറച്ചൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ചാന്ദിനി ആണെങ്കിൽ ഫുഡ് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സുഭാഷ് ചേട്ടൻ കൊണ്ടുവരുന്ന ഫുഡ് ചാന്ദിനി കഴിക്കുന്നു, ചാന്ദിനി കൊണ്ടുവന്നത് സുഭാഷ് കഴിക്കുന്നു, അങ്ങനെയാണല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ നിധിയും സുധീഷും പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാന്നേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിന് അത്രയും ഫുഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ചാന്ദിനി പറയാണ്, അതിനെന്താ, ഫുഡൊക്കെ ഉണ്ട്, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം, നിങ്ങൾ ഓക്കെ അല്ലേ? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ ഓക്കെ. സുധീഷോ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഡബിൾ ഓക്കെ, എന്നാൽ നമുക്ക് കഴിക്കാം. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂട് വീടാണ് കേട്ടോ. ഹരീഷ് ഫോണിൽ കളിക്കുന്നുണ്ട്, സുഭാഷ് ആണെങ്കിൽ ആരെയും ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് പുറത്തുനിന്ന് നിധിയും നികേഷും കയറി വരുന്നത്. അവരുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് കവറുണ്ട്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയല്ലോ? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതെ ഏടത്തി എല്ലാ കടയും കയറി ഇറങ്ങി. അങ്ങനെ സുഭാഷ് അവർക്ക് രണ്ടുപേർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്, ഒരുപാട് ക്ഷീണിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി പറയുന്നുണ്ട്, കുറേ ഡ്രസ്സ് എടുത്തു ഏട്ടാ, എനിക്ക് ഓഫീസിലൊക്കെ പോകാനുള്ളതല്ലേ. അപ്പോൾ അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, പക്ഷേ ഏടത്തിയുടെ ഡ്രസ്സ് എടുപ്പ് കുറച്ച് കൂടുതലാണ്, ചിലതിൻ്റെ കളർ ഇഷ്ടപ്പെട്ട പാറ്റേൺ ഇഷ്ടാവില്ല, പാറ്റേൺ ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടാവില്ല. എന്തായാലേ. അത് കേട്ടപ്പോൾ നിധി ചിരിക്കാണ് കേട്ടോ. അങ്ങനെ നികേഷ് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഏടത്തിയൊരു ഡ്രസ്സ് എടുത്തു തന്നു, എന്തൊരു വിലയാണെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഡ്രസ്സ് കാണിക്കുക. എനിക്കിഷ്ടമായി, ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കടയിൽ പോകുന്നു, അപ്പം തന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കുന്നു. അങ്ങനെ അവന് നിധി വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് അവൻ എല്ലാവർക്കും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് അത് നോക്കുമ്പോൾ അതിൽ 2500 രൂപയാണ് റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്താ മോളെ ഇത്, ഇത്രയും പൈസയ്ക്ക് എന്തിനാ മേടിച്ചത്? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ അത് ബ്രാൻഡഡ് ഷർട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര വില, നല്ലതല്ലേ ഇത് സുഭാഷ് ഏട്ടന് എന്നും പറഞ്ഞ് ഒരു കവർ നിധി സുഭാഷ് ഏട്ടന് നീട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് 1500. അത് കണ്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാ മോൾ എത്ര പൈസേൻ്റെ ഒക്കെ മേടിച്ചേ? അപ്പോൾ നിധി പറയുന്നുണ്ട്, സാരില്ല സുഭാഷ് ഏട്ടൻ, അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്ക് സുഭാഷിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് ഒരാളിങ്ങനെ പറയാതെ ഡ്രസ്സൊക്കെ മേടിച്ചു തരുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ ബാക്കി എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതിലൊന്നും വലിയ കാര്യമില്ല സുഭാഷ് ഏട്ടൻ, വിഷമിക്കാതെ. അങ്ങനെ അവൾ വേറൊരു പാക്കറ്റ് എടുത്തിട്ട് ഇത് ഹരീഷിന് എന്നും പറഞ്ഞ് ടീഷർട്ട് കൊടുക്കാൻ കേട്ടോ. അവന് ഹാപ്പി ആവുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കറിനകത്തേക്ക് വരുന്നുണ്ട്, എന്താ ഇത്, ഡ്രസ്സ് എടുപ്പൊക്കെ ഉണ്ടല്ലോ, എന്താ ഓണം നേരത്തെ ആയോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവൾ ചിരിച്ചിട്ട് പറയണം, അല്ല അച്ഛൻ, എനിക്ക് ജോലി കിട്ടിയതിൻ്റെ വക എല്ലാവർക്കും ഞാൻ എടുത്ത ഡ്രസ്സാണ്. അങ്ങനെ അവളൊരു പൊതി അച്ഛനെന്നും പറഞ്ഞ് നീട്ടുന്നുണ്ട് കേട്ടോ. അതിലെ മുണ്ടും ഷർട്ടും കണ്ടപ്പോൾ ഭാസ്കരൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവരോട്, നോക്കടാ തറവാട്ട് പറഞ്ഞ കുട്ടി, നിങ്ങളാരെങ്കിലും എനിക്ക് മേടിച്ചെന്നോ? അത് കേട്ട പരീക്ഷ പറയുന്നുണ്ട്, അതിനത് തറവാടല്ലോ, അത് കുപ്പയല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മേടിച്ചിടാൻ. അങ്ങനെ ഭാസ്കരൻ ഒന്നും പറയാതെ ഞാനിത് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് കേട്ടോ.
അച്ഛൻ ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയ സമയത്ത് നിധി അകത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ സുധീഷ് ആകെ വിഷമത്തിലേ, കാരണം അവൻ്റെ ഊഴം കാത്തു നിൽക്കുകയാണ് അവൻ. അങ്ങനെ അവൻ പറയുന്നുണ്ട്, അയ്യോ എനിക്കൊന്നും മേടിച്ചില്ലേ. അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമമായിട്ടോ, അവൻ അത്രയും സങ്കടമായെന്ന് അവർക്ക് അറിയാം. അവൾ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോയി. അതോടുകൂടി അവന് നല്ല വിഷമമായി. എടാ എനിക്കൊന്നും അവൾ മേടിച്ചില്ല. അപ്പോഴേക്കും അവൾ വന്നു. അങ്ങനെ അവൾ ബാക്കിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിച്ചു, അല്ല നിധി എനിക്കൊന്നും മേടിച്ചില്ല, എല്ലാവർക്കും മേടിച്ചില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒന്നും മേടിച്ചില്ല. അയ്യോ ഒരു മുണ്ടെങ്കിലും പോട്ടെ, ഒരു കർച്ചീഫെങ്കിലും. ഇല്ല ഒന്നും മേടിച്ചില്ല. അതോടുകൂടി അവന് വിഷമമായിട്ടോ. അവൻ്റെ വിഷമം കണ്ടപ്പോൾ ഹരീഷ് ടീഷർട്ട് അവന് നേരെ നീട്ടുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിധി തൻ്റെ കയ്യിലുള്ളൊരു കവർ അവന് നീട്ടുന്നുണ്ട്. അത് കിട്ടിയപ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയായി, ഭയങ്കര സന്തോഷം. പെട്ടെന്ന് തന്നെ അത് പൊളിച്ചെടുത്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഷർട്ടും ഇഷ്ടമായി. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കളർ നിധിക്ക് എങ്ങനെ അറിയാം, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല, നികേഷ് പറഞ്ഞതാ. അതോടുകൂടി അവൻ്റെ ഫീസ് പോയിട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എല്ലാവർക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്ത ഒരാൾക്കൊഴികെ. അപ്പോൾ നിധി അവനെ ശകാരിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലടാ, അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് ശകാരിക്കാണ് കേട്ടോ. അങ്ങനെ ആ രംഗം ഒന്ന് ശാന്താക്കാൻ വേണ്ടി സുഭാഷ് പറയുന്നുണ്ട്, എല്ലാവരും ഡ്രസ്സ് എടുത്തേക്കാൻ നോക്ക്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, നാളെ തന്നെ ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇത് ഇടാൻ പോകുന്നത്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നിധി ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് സുഭാഷ് ചേട്ടൻ നല്ല അടിപൊളി പായസമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സുധീഷിനും ഹരീഷിനും നികേഷിനൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തായിട്ട് അത്ര പ്രത്യേകത, അല്ല ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ? അല്ലടാ, നിധി ഇന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. അത് കേട്ടപ്പോൾ സുധീഷ് ഒരു കോമഡി പോലെ പറയുന്നുണ്ട്, ഞാനൊക്കെ ഒന്ന് ജോലിക്ക് പോയപ്പോൾ ഒരു നുള്ളു പഞ്ചസാര ഏറെ ഇട്ട് ചായയെങ്കിലും സുഭാഷ് ഉണ്ടാക്കി തന്നോ? അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ ഞാനും നീയൊക്കെ ജീവിക്കാൻ വേണ്ടി ജോലിക്ക് പോവാം, പക്ഷെ നിധി അങ്ങനെയല്ലല്ലോ, അവളുടെ സ്വപ്നം സാധ്യമാക്കാൻ പോവല്ലേ, അതുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ സുധീഷ് സന്തോഷം എല്ലാം കൂടെ ചേർത്തിട്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ പായസം കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരികയാണ്. അവൾ സാരിയാണ് ഉടുത്തത്. അവളെ കണ്ടപ്പോൾ സുധീഷ് വായും തുറന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, ഏടത്തി സാരി സൂപ്പർ. അപ്പോൾ അവൾ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ കണ്ടപ്പോൾ തന്നെ സുധീഷ് ഭയങ്കരമായിട്ട് ഓവർ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. കസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നു, അതിലിരുത്തുന്നു. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നെന്താ ഇത്ര ഒരു ഓവർ? അത് കണ്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ല ഒരാൾ പഠിച്ച് കിട്ടിയ ജോലിക്ക് പോകുന്നത്, അതുകൊണ്ടാണെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സുഭാഷ് അവൾക്ക് പായസം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ. അങ്ങനെ നിധി പായസം കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സുഭാഷ് ഏട്ടാ എന്ന് പറയുമ്പോൾ സുഭാഷ് ഹാപ്പി. അങ്ങനെ അവൾ ജോലിക്കായിട്ട് ഇറങ്ങാണ് കേട്ടോ. ആ സമയത്ത് നികേഷ് ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ഓടിപ്പോയിട്ടൊരു പെണ്ണ് നിധിക്ക് കൊടുക്കുകയാണ്, അവൻ്റെ വാക്ക് ഗിഫ്റ്റ്. അങ്ങനെ ഭാസ്കരൻ വരുന്നുണ്ട് കേട്ടോ സൈക്കിളിൽ. അവൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് വരുന്നത്. ഭാസ്കരനാണെങ്കിൽ അവൾ മേടിച്ചു കൊടുത്ത ഷർട്ടും മുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. കയ്യിലാണെങ്കിൽ ഒരു കവറുണ്ട്. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, മോളെ എങ്ങനെയുണ്ട്, ഇതെനിക്ക് ചേരാവോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട് അച്ഛാ. മോളെ പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, അതും പറഞ്ഞിട്ട് ഭാസ്കരൻ കവറിന് എന്തോ എടുക്കുകയാണ് കേട്ടോ. നിധിയാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, പടക്കമായിരുന്നു അത്. എന്നിട്ട് പറയുന്നുണ്ട്, നാലാൾ അറിയട്ടെ നീ ജോലിക്ക് പോകുന്നത് എന്നും പറഞ്ഞിട്ട് പടക്കം പൊട്ടിക്കുകയാണ് കേട്ടോ. ആ കറക്റ്റ് സമയത്ത് തന്നെ ലളിത മാർക്കറ്റിൽ പോയി വരികയാണ് കേട്ടോ. ആ പടക്കം പൊട്ടിച്ചപ്പോൾ തന്നെ ലളിത മുന്നിൽ. അപ്പോൾ ലളിത ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, എന്താടോ അത്, നാട്ടുകാർക്കൊന്നും നടക്കണ്ടേ, നിങ്ങളെ ശല്യം കാരണം തേടിയ വള്ളി കാല് ചുറ്റിയ പോലെ മുന്നിൽ ലളിത. അവളെ കാണിക്കാനാണല്ലോ ഈ പ്രഹസനമൊക്കെ, അവരറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാസ്കരൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, നീ ആരാ, നീ പോകാൻ നോക്ക്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകളില്ലേ, എൻ്റെ മരുമകൾ, അവൾക്ക് ജോലി കിട്ടി, ആർക്കിടെക്റ്റ് ജോലി, അവൾ ആർക്കിടെക്റ്റ്, അവൾ ജോലിക്ക് പോവാം, നിൻ്റെ മോളൊക്കെ എന്ത് എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അതൊക്കെ കേട്ടിട്ട് ലളിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താടോ പ്രാന്തായോ, നാട്ടുകാർക്ക് എന്താ ഇതുവഴി നടക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാർത്താനം കേട്ടോ. അതിനിടയ്ക്ക് തന്നെ നികേഷ് പടക്കം പൊട്ടിക്കുകയാണ്. അവൻ ആ പടക്കം പൊട്ടിച്ചത് നേരെ ഭാസ്കറിൻ്റെ കയ്യിലേക്ക് എറിയാണ് കേട്ടോ. അങ്ങനെ കയ്യിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, ചോരയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് കൈ ഒഴി. അത് കണ്ടപ്പോൾ തന്നെ ലളിതയ്ക്ക് സന്തോഷം. ഇപ്പോൾ ലളിത വിളിച്ച് പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം, എന്തൊക്കെയോ പറയണം. അപ്പോഴും ഭാസ്കരൻ തിരിച്ചു അങ്ങോട്ട് നന്നായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ലളിത പിറുപിറുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി വന്നിട്ട് അച്ഛൻ്റെ കൈ പിടിച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്ത് പറ്റി, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ, മുറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇല്ല മോളെ ഒരു പടക്കമില്ല, ഒന്നും കുഴപ്പമില്ല. പക്ഷെ അവൾക്കൊരു സമാധാനം ഇല്ല കേട്ടോ. നികേഷാണെങ്കിൽ തല താത്തി നിൽക്കുകയാണ്. അങ്ങനെ ഭാസ്കർ നിധിനോട് പോകാൻ പറയുകയാണ്, ഇനി ലേറ്റ് ആവും പോകാൻ നോക്കുന്നത്. അങ്ങനെ അവൾ അവർക്ക് ബൈ കൊടുത്തിട്ട് അവൾ സുധീഷും കൂടെ കാറിൽ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഭാസ്കർ നികേഷിനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അറിയാതെ പറ്റിപ്പോയതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം പൊട്ടിച്ചതാണോ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല അച്ഛാ, അവൻ അറിയാതെ പറ്റിപ്പോയതാണ്, ഇനി വെറുതെ നമ്മൾ പിടിച്ച് കയറാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ നികേഷിനെയും കൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ സുഭാഷ് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും പറ്റുമോ? ഇല്ലടതൊരു പടക്കമില്ലേ, കുഴപ്പമില്ല അച്ഛാ, വാ ഞാൻ മരുന്ന് വെച്ചുതരാം. വേണ്ടടാ കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നിധിയും സുധീഷും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ച് വരികയാണ് കേട്ടോ. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കാറിലിരുന്നിട്ട്. അങ്ങനെ അവർ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, നിനക്ക് ജോലി കിട്ടിയ കാര്യം വീട്ടിൽ അച്ഛനമ്മേനൊന്നും വിളിച്ച് പറയുന്നില്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനെന്തിനു പറയണം, അവർക്കൊരിക്കലും ഇത് കേട്ട സന്തോഷമാവില്ല. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെയല്ല, എന്നാലൊന്ന് പറയണ്ടേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവരെൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കത്തിച്ച് കളഞ്ഞു. അതിന് അവരോട് പ്രതികാരം പോലെ ഈ ജോലിക്ക് കയറിയിട്ട് അവരെ വിളിച്ച് പറയല്ല വേണ്ടത്. അതിന് പകരം തൻ്റെ സ്വപ്നം സാധ്യമാക്കാൻ കൂടെ നിന്നവരോട് താങ്ക്സ് പറയാൻ വേണ്ടത്. എന്തായാലും
വളരെ വലിയൊരു താങ്ക് യു സോ മച്ച്. സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും നേടിയെടുക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഓരോ കാര്യത്തിനും കൂടെ നിന്ന് നേടിയെടുത്തത് സുധീഷ് തന്നെയാണ്. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, അവനപ്പോഴേക്ക് ഭയങ്കര ഓവറാക്കിയിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു, ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്നു, അതിലപ്പുറം എന്ത് ചെയ്തു? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെയല്ല സുധീഷ്, ഞാൻ ജോലിയെ പറ്റി ഓർക്കാതിരുന്നപ്പോഴും നീ എന്തിനാ അങ്ങോട്ട് വന്ന്, നിൻ്റെ ലക്ഷ്യം എന്താ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തത് സുധീഷല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവൻ പിന്നെയും ഓവറായിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പിന്നെ പണ്ടേ അങ്ങനെ തന്നെയാണ്, മോട്ടിവേറ്റ് ചെയ്യാൻ എന്നെ കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ. അത് കേട്ടപ്പോൾ അവൾ പറയേണ്ടില്ല എന്നുള്ളൊരു ഫീലായിപ്പോയി അവൾക്ക്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതിന് കൂടെ തള്ളും വേണോ? അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡൊക്കെ എന്തായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, താങ്ക്